ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്ന് രാവിലെ പിള്ളേർക്ക് ടിഫിന് കൊണ്ടുപോകാനായിട്ട് ഞാനിങ്ങനെ പീനട്ടിൻ്റെ അകത്ത് ബ്രെഡിൻ്റെ അകത്ത് പീനട്ട് തേച്ചിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പോളിന് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത് മതിയെന്നും പറഞ്ഞ് നിൽക്കും. നേരത്തെ ആണെങ്കിൽ ഞാൻ റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. കാരണം ഇച്ചിരി ഹെവി ആയിട്ടിരിക്കട്ടെ എന്നും പറഞ്ഞ്, ഇത് കൊടുത്താൽ വൈകുന്നേരം വലിയ വരുന്നതെന്നും പറഞ്ഞ്. ഇപ്പം അവരൊക്കെ ഉണ്ടല്ലേ, കൈയൊക്കെ പോയി കഴുകാനൊക്കെ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ഞാൻ സ്പൂണായിരിക്കും സ്പൂണിട്ടാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ളത് മതി. എന്നിട്ട് അവർക്ക് ഇരുന്ന് ടൈം പാസ് ചെയ്യാനായിരിക്കാം. അപ്പം ഞാൻ ചായയൊക്കെ എടുത്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ റീച്ചാൻ ഈ ലാപ്സി ഭയങ്കര ഇഷ്ടം. ഇവിടെ ഈ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് അവോയ്ഡ്. പക്ഷേ റീച്ചാന് ഒന്നും വേണ്ടതിൻ്റെ കൂടെ അങ്ങനെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. പാവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്ന് റീച്ചാൻ കഴിഞ്ഞ ദിവസം ലാപ്സിയും നമ്മുടെ നുറുക്ക് ഗോതമ്പേ 2 ടൈപ്പ് ഉണ്ടെന്നറിയാമല്ലേ. അപ്പോൾ ഈ റവയുടെ കൂട്ടുള്ള റവയേക്കായി ഒരു ഇച്ചിരിയും കൂടെ വലുതാണത്. അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ഞാനത് ഇന്ന് ചെയ്യുന്നത്. ഇന്നാളി ഞാനാണെങ്കിൽ അതിങ്ങനെ ഉരുളിക്കകത്തിട്ടിട്ട് കുറേശ്ശെ വെള്ളം കുടഞ്ഞ് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഇന്ന് പക്ഷേ ചെയ്യുന്നത് അങ്ങനല്ല. കുക്കറിൽ ഞാൻ 1 കപ്പ് ലാപ്സി എടുക്കുകയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു വിസിലടിച്ചെടുക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ച് സവാള അരിഞ്ഞെടുക്കുന്നുണ്ട്. അത് ഒരു മുട്ടത്തോരൻ വെക്കാനും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇച്ചിരി സവാള ഞാൻ നമ്മുടെ ലാപ്സിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ലാപ്സി ഞാൻ കുക്കറിൽ ഒരു വിസിലടിച്ചെടുത്തു. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് നിറച്ചെടുത്തില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി അതൊന്ന് വേവിച്ചവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചീനച്ചട്ടിക്കകത്ത് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റി നമുക്ക് ഈ ലാപ്സി ഇട്ട്. ലാപ്സി നിങ്ങളിപ്പം വീഡിയോയിൽ കൂടെ കാണുന്നുണ്ടേ, അത് ഇച്ചിരി കട്ട കെട്ടിയതുപോലെ കുഴഞ്ഞിരിക്കുന്ന പോലെ തോന്നും. പക്ഷേ നമ്മൾ ഈ സ്പൂണും കൊണ്ട് ഇളക്കുന്നതിന് ഒന്നേലൊന്നേ തൊടാതാണ് കിട്ടുന്നത്. പക്ഷേ ഇതിനേക്കായി കുറേയും കൂടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിലെ ഉരുളിക്കകത്ത് ഇച്ചിരി സമയം എടുത്ത് ചെയ്യുവാണെങ്കിലും അതാണ് കുറേയും കൂടെ അലന്നലന്ന് കിടക്കുന്നത്. ഒത്തിരി അങ്ങ് നല്ല പൊടി പോലെ ഇരിക്കും അത്. ഇതെന്ന് പറയുന്ന ഒരു ഇച്ചിരി വെള്ളമയം പോലെ കാണും. അപ്പം കുക്കറിൽ നിന്ന് ഞാനിത് ഇതിൻ്റെ അകത്ത് ഇട്ടു. എത്ര ആന്നേലും ഈ കുക്കറിൻ്റെ അകത്ത് ഇച്ചിരി ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. ഇത് നമ്മൾ പുട്ടും പഴവും കഴിക്കുന്നത് പോലെ പഴം കൂട്ടി കഴിക്കാനും നല്ലതാണ്. പിന്നെ ഞാനിതിൽ ലാസ്റ്റിൽ ഇച്ചിരി തേങ്ങ, നമ്മൾ പുട്ടിൻ്റെ അകത്ത് തേങ്ങ ഇട്ട് തന്ന ഒരു ടേസ്റ്റ് അല്ല, അതുപോലെ ഇത്തിരി തേങ്ങായും ഇടുന്നുണ്ട്. ഇതിൽ വേണേൽ പിന്നെ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിലും ചേർക്കാം. അന്നേരം ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. എൻ്റെ ഒരു സബ്സ്ക്രൈബർ വിജി ഒരു ചാനലിൻ്റെ പേര് എന്നോട് പറഞ്ഞ്, അത് ഇവിടെ ആ ചാനൽ വിജി കാണുമോ, അത് ഡോംബുവില്ല, നമ്മുടെ ഇവിടുന്ന് ഇത്തിരി ദൂരമുണ്ട്. അത് അവിടെ ഒരു ഫിഷ് മാർക്കറ്റിൽ ആ ചാനലിൽ ചൂരമീൻ കാണിക്കുന്നത്. അപ്പോൾ എന്നെ ഓർത്തെന്ന്, ചൂര കാണുമ്പോൾ എല്ലാവരും എന്നെ ഓർക്കും. പക്ഷേ അടുത്തായിരുന്നെങ്കിൽ ഞാൻ പോയനായിരുന്നു. ഡോംബൂലി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് 1-2 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ എന്നെ ഓർക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലേ. എല്ലാവർക്കും അറിയാം ഞാൻ മീൻ കൊതിച്ചിയാണെന്ന്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇച്ചിരി തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടോടെ ആ തേങ്ങ ഒന്ന് വാടി വരുമ്പോൾ ഒരു പ്രത്യേക ഇതല്ലേ. നമ്മൾ പുട്ടിൻ്റെ അകത്താണെങ്കിലും ആ തേങ്ങ കൂട്ടി തിന്നാൻ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ലാപ്സി ഇവിടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞാനിത് ചപ്പാത്തിക്ക് വേണ്ടിയാണ് റീച്ചാന് ടിഫിന് കൊണ്ടുപോകാൻ. റീച്ചാൻ ഇതൊക്കെ ഇങ്ങനെ മുട്ട തോരനൊക്കെ ഇഷ്ടം ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ അതിനാണ് ഇച്ചിരി സവാള വഴറ്റിയത്. ചിലപ്പോൾ അരിഞ്ഞത്. സവാള ഇല്ലാതെ ഇങ്ങനെ പ്ലെയിനായിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ ഇങ്ങനെ സവാള ചേർത്തും ഉണ്ടാക്കും. ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് തേങ്ങ ചേർത്ത് അങ്ങനെ തോരനുണ്ടാക്കും. ഇന്നിപ്പം ഞാൻ ഈ മുട്ടയ്ക്കകത്ത് ഇത്തിരി, നമ്മൾ സാധാരണ മുട്ട പൊരിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞു പീസായിട്ടല്ലേ സവാള അരിയുന്നത്. ഇത് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പൊരിക്കുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ ചിക്കി എടുക്കുക. അതുകൊണ്ട് ഞാൻ ഇച്ചിരി സവാള ഇച്ചിരി വലിയ പീസായിട്ടാണ്, ഒത്തിരി വലിയതല്ല എന്നാലും കണ്ടിട്ടില്ലേ ഇങ്ങനെയുള്ള ഒരു പീസിലാണ് അരിഞ്ഞത്. അപ്പോൾ ആ മുട്ട ഇച്ചിരി 2 മുട്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പാൻ്റെ അകത്ത് ഇത്രയും വീതിയിൽ വെക്കാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചിരിച്ച വേവുന്നതനുസരിച്ച് ഇങ്ങനെ സ്പൂണും കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങോട്ട് പോകും. എന്നിട്ടത് തിരിച്ചിട്ടിട്ട് ഓരോ ചെറിയ പീസുകളാക്കും. അപ്പം വെളിയിൽ ഇങ്ങനെ രാവിലെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുക. ഇവനെ പ്രീസനെ വിടുന്ന സമയത്ത് എന്നും
ഉള്ളതാണ് ഈ മഴ. ഇപ്പം ഈ മഴ സമയത്ത് കൂടുതലും ഇങ്ങനെയാണ്. എന്നാൽ രാവിലെ തന്നെ ഞാനങ്ങ് അരി അടപ്പത്തിട്ട് അതിപ്പോൾ തിളയ്ക്കാറായിട്ടുണ്ട്. എന്നിട്ട് ഞാനങ്ങ് ഓഫാക്കിയിടും. നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ മുട്ട വേണ്ട ഞാനിങ്ങനെ മറിച്ചിട്ടിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി. അങ്ങനെ ഇത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ 2 മുട്ട ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിലും നല്ലതാണ്. അന്നേരം ഇന്ന് കുറേ നാളായി രസം വെച്ചിട്ട്. അപ്പോൾ ഇന്ന് രസം ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ രസം വെക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ കുരുമുളക് പൊടിയും പുളിവെള്ളത്തിൻ്റെ അകത്ത് കുരുമുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ട് പിന്നെ ലാസ്റ്റിലാണ് ഞാൻ കടുക് വറുക്കുന്നത്. ഇന്ന് ഞാൻ നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി ജീരകവും കടുകും പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് വറ്റൽമുളകും 2 ഇട്ട് പിന്നെ വെളുത്തുള്ളി ഇടും. ഒരു 5-6 അല്ലി വെളുത്തുള്ളി. ആ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറ് ഒത്തിരി ഒന്ന് കളറ് മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ബാക്കി സാധനങ്ങളിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കും. നമ്മൾ രസത്തിന് കൂടുതലും കുരുമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ ചതച്ചതില്ലാത്തതുകൊണ്ട് പൊടി ആയതുകൊണ്ട് നേരത്തെയൊക്കെ ഞാൻ ഇവർ കുഞ്ഞു പിള്ളേരായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ വെള്ളം തിളപ്പിക്കത്തില്ലേ നമ്മൾ, പുളിവെള്ളത്തിൻ്റെ അകത്ത് കുരുമുളക് പൊടി ഇട്ടിട്ട് 2-2.5 ടേബിൾ സ്പൂണോളൊക്കെ കുരുമുളക് പൊടി ഇട്ടിട്ട് ഞാനത് അരിക്കുമായിരുന്നു. കാരണം ഈ ചോറിൽ ഇങ്ങനെ അടിയിലത്തെ ആ കൊത്ത് വരുവാണെങ്കിൽ നല്ലതല്ലെന്ന് പറഞ്ഞ്. ഇപ്പോൾ അങ്ങനെ അരിക്കാറില്ല. അതേസമയം കറി വെച്ചിട്ട് പിന്നെ ചിലപ്പോൾ ഞാൻ ഒത്തിരി കൊത്തായിട്ടുണ്ടെങ്കിൽ അങ്ങ് അരിക്കും. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇത്ര ഇടുന്നുണ്ട്, നന്നായിട്ട് ഇഞ്ചിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ചുമയൊക്കെ ഉള്ള സമയത്ത് ഇവിടുത്തെ സ്ഥിരം ഇതാണ്. പോളിന് നല്ല ത്രോട്ട് പെയിൻ ആയിരുന്നു. അവൻ ഈ ഓട്ടോയിലൊക്കെ കയറുന്ന സമയത്തൊക്കെ കുടയും നൂത്ത് നടക്കാൻ പറ്റത്തില്ലല്ലേ, അതുകൊണ്ട് ഇച്ചിരി മഴ നനയുന്നുണ്ടവൻ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൽ 2 ടൊമാറ്റോയുടെ ചേർക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ടൊമാറ്റോ രസം വെക്കും, അതല്ല ഇത്. ടൊമാറ്റോ രസം എന്ന് പറയുമ്പോൾ ടൊമാറ്റോ ഇത്തിരി കൂടുതൽ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നത്. ഇതങ്ങനല്ല, അങ്ങനെ ഞാൻ 2 ടൊമാറ്റോ അങ്ങ് ചേർത്തതാണ്. അപ്പോൾ സവാള ഞാൻ 1 സവാള ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ആ സവാള ഒന്ന് വഴന്ന് വന്നോണ്ടേ ടൊമാറ്റോയുടെ ചേർത്തിട്ടുണ്ട്. ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇതൊന്ന് ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവട്ടെ. മഴ സമയത്തൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഒരു രസമൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് എല്ലാവർക്കും ശരീരത്തിനും, ചുമയുണ്ടേലും ഇല്ലേലും. അപ്പോൾ എല്ലാം ഇപ്പം നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഒന്ന് ചേർത്തിട്ട് കുരുമുളക് പൊടി എല്ലാം ചേർത്ത്. ഉലുവാപ്പൊടി എടുത്തപ്പോഴാണ് അറിഞ്ഞത് ഉലുവാപ്പൊടി തീർന്ന്. ഇനി എന്നും ചിന്തിക്കും പൊടിച്ച് വറക്കണമെന്ന്. അപ്പോൾ ഇനി ഉലുവാപ്പൊടി പൊടിക്കണം. പിന്നെ ഇതിൽ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ്. ചിലത് ഞാൻ ഈ ഇൻസ്റ്റയിലും വീഡിയോ ഇടുമ്പം, അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് ചില വീഡിയോകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് അന്നേരം നോക്കും. അപ്പം ഞാനിങ്ങനെയുള്ള ഈ റൂമൊക്കെ നമ്മൾ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുമ്പം നമുക്കിങ്ങനെയൊക്കെ ഉള്ളത് നല്ലതല്ലേ, ഉപയോഗമുള്ളതല്ലേ. അപ്പോൾ ചില പരസ്യങ്ങൾ കണ്ട എൻ്റെ ദൈവം ഇങ്ങനെ കമഴ്ത്തി അടിച്ച് മനുഷ്യരെ നല്ലതെന്ന് പറയണം, പന്നലെന്ന് പറയും. അവരവരും ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഞങ്ങൾ അയച്ചു തരുമെന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ചെയ്ത് വാങ്ങിക്കുക. പറച്ചിൽ കണ്ട ചിലരുടെ വാക്കിലങ്ങ് നമ്മളങ്ങ് വീഴും. പക്ഷേ അത് വെറും ഫ്ലോപ്പായിരിക്കും. സത്യസന്ധമായിട്ട് പറയണ്ടേ. അതാ ചിലർ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് നോക്കും, കമൻസ് നല്ലതാണോ എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഈ പറയുന്നത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഇവിടെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നതേ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച ആമസോണിൽ നിന്ന് കേട്ടോ. നല്ല ഒരു പ്രൊഡക്റ്റാണ്. നല്ലതേ ഞാൻ നിങ്ങളോട് പറയത്തുള്ളൂ കേട്ടോ. പന്നലെന്നും പറയും. നമ്മൾ ഈ ഫ്ലാറ്റുകളിലൊക്കെ ഉള്ളവർക്കാണ് ഇത് കൂടുതലും യൂസ് ആവുന്നത്. അതായത് ഈ മഴ സമയത്തൊക്കെ നമ്മുടെ ഈ റൂമൊക്കെ ഇത്തിരി ഒരു തുണികളൊക്കെ അതായത് നമ്മൾ കഴുകി ഇങ്ങനെ മുറിയിലൊക്കെ ഇടുവാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു സ്മെല്ല് വരുമല്ലേ. അല്ലെങ്കിൽ തന്നെയും ഇത് റൂമുകളിൽ നമുക്കിത് ഉപയോഗിക്കാൻ നല്ലതാണ്. അതായത് നമ്മുടെ ഈ ഗോദ്രേജിൻ്റെ എയർ പ്ലഗ്. അപ്പം ഞാനാണെങ്കിൽ ഈ ഇൻസ്റ്റ ഇങ്ങനെ നോക്കുമ്പോഴേ ചില ഒത്തിരി അഡ്വർടൈസ്മെൻറ്റുകൾ വരും ഇങ്ങനെ റൂം ഫ്രഷർ, പിന്നെ ജെല്ലി, അങ്ങനെയൊക്കെ. ഒരു പ്രാവശ്യം അങ്ങനെ ജെല്ലി ഞാൻ വാങ്ങിച്ചായിരുന്നു.
അതിലെ പരസ്യം കണ്ടിട്ട് ഞാനങ്ങ് അന്തം വിട്ട് അത് കണ്ട് ഞാൻ ഒരു ജെല്ലി വാങ്ങിച്ചതാണ്ടെ. ഇങ്ങനെ നോക്കുമ്പം മണപ്പിക്കുമ്പം മണമുണ്ട്, പക്ഷേ റൂമിൽ വെച്ചിട്ട് ഒന്നും അറിയാനില്ല. എന്നിട്ട് ഞാനത് ഈ റൂം ഇത്തിരി ഈ ഓളാകുമ്പം ഞാൻ ചിന്തിച്ച് ഹോളിൽ വെക്കുന്നതാണ്. ഞാൻ ഫാനും നിർത്തി AC ഇട്ടില്ല, അതുകൊണ്ടാണ് ഇത്ര വിയർക്കുന്നത്. ആണെങ്കിൽ ചെറിയ സ്പേസിലാകുമ്പം സ്മെല്ല് വരുമെന്ന് പറഞ്ഞ് ഇവിടെയും വന്ന് ഞാൻ മൊത്തം ഓപ്പണാക്കി വെച്ചിട്ട് ഒരു മണവും ഇല്ല. ഇപ്പം ഞാൻ എവിടെയാണ് ഇത് വെക്കുന്നത്? കബോർഡിൻ്റെ അകത്ത്. അപ്പോൾ കബോർഡ് തുറക്കുമ്പോൾ ഒരു മണമുണ്ട്. അതുപോലെ ഒട്ടും യൂസ് നമുക്കില്ലാത്ത പ്രോഡക്റ്റായിരുന്നു ഇത്. ഇതെന്ന് പറയുന്നത് നല്ല പ്രയോജനമുണ്ട്. 250 രൂപയാണ് ഒരെണ്ണത്തിൽ 2 എണ്ണം വരും. നമ്മുടെ ഈ ഗുഡ് നൈറ്റ് ഒക്കെ ഇല്ലേ, അതുപോലെ റോസിൻ്റെ ഞാൻ വാങ്ങിച്ചു. ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഒരു 2-3 ആഴ്ചയാണെന്ന് തോന്നുന്നു. ഇപ്പോഴും നല്ല ലിക്വിഡ് ഇത്രയുണ്ട്. ഇനി ഒരെണ്ണത്തിൽ ഒരു റീഫിൽ പാക്കറ്റ് കൂടെ നമ്മുടെ കയ്യിൽ ഉണ്ട്. വേണ്ടേ, അത് ഞാൻ ആദ്യം ഇങ്ങനെ ഇത് കുത്തി ഉടനെ നമ്മുടെ ഈ ഗുഡ് നൈറ്റിന് ഇവിടെ ഒരു വെട്ടം വരുമല്ലേ, അത് വന്നില്ലായിരുന്നു. അപ്പോൾ റീച്ചാൽ വന്നാൽ ഞാൻ കാണിച്ചോണ്ടേ അത് ഓണാക്കി ആദ്യം ഒന്ന് ബ്ലിങ്ക് ആവും. പിന്നെ അത് നമ്മൾ ലൈറ്റ് ഓഫാക്കിയോണ്ടേ ചെറിയൊരു ലൈറ്റ് കളർ, പക്ഷേ മണം വരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം ഇത് കുത്തുമ്പോഴത്തേക്കും മണം വരും. പിന്നെ അങ്ങ് ഓഫാക്കി ഇട്ടാൽ മതി. ഇത് നല്ല കേട്ടോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർ പറയുന്നത് പോലെ ഇത് ഞങ്ങൾ നോക്കിയിട്ട് റോസിൻ്റെ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ, വേറെ ഇല്ലായിരുന്നു. അപ്പം വേണ്ടിയവർക്ക് ഞാൻ ലിങ്ക് ഇട്ടേക്കാമേ. മറ്റേതൊട്ടും പ്രയോജനമില്ല. ആ പറച്ചിലോ ഇൻസ്റ്റയിൽ ആ ജെല്ലിയുടെ പരസ്യം കണ്ടാ ദൈവമേ, അയലോക്കക്കാർ വരെ ഓടി വരും, മിണ്ടാതിരിക്കുന്നവരും വന്ന് ചോദിക്കും എന്തുവാ നിങ്ങളുടെ വീട്ടിലിങ്ങനെ മണോ എന്നൊക്കെ. അത് കേട്ടോണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്, വെറുതെ പൈസ പോയി, ഒട്ടും മണമില്ല. ഓക്കെ. അപ്പോൾ പിന്നെ ഞാനേ എനിക്ക് വേണ്ടിയുള്ള ഒരു അസാവൂസ ടൊമാറ്റോ ചട്നി ഇച്ചിരി പച്ചമുളകൊക്കെ ഇട്ട് ഒത്തിരി അങ്ങ് ഇതാക്കാതെ ഞാൻ നേരത്തെയൊക്കെ ചെയ്യത്തില്ലേ അതുപോലുള്ള. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചൂട് ചോറിൻ്റെ കൂടെ നല്ലതാണ്. അപ്പോൾ പിന്നെ ഇച്ചിരി മീൻ മസാല പുരട്ടി വെച്ച് എന്നും ചെയ്യുന്നത് പോലെ, എന്നും നല്ല കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ 2 അയല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അന്നൊരു അയല പ്രൈസിന് വറുത്തു. ഇന്നും മത്തി ഞങ്ങൾക്കും അയല അവനും. കാരണം ഈ മുള്ളുകൊണ്ടേ, അല്ലാതെ ടേസ്റ്റിൽ അയലേക്കായി ടേസ്റ്റ് നമ്മുടെ നെയ്മത്തിക്കാണ്. അവൻ അതിൻ്റെ അകത്തങ്ങ് മുള്ളു. ഞാൻ പറഞ്ഞടാ ഇത് വലിയ മീനാടാ, കഴിഞ്ഞ ദിവസം ഇങ്ങനെ കറി വെച്ചോണ്ടെങ്കിൽ ഞാൻ മുഴുവനെയായിരുന്നു ഇങ്ങനെ വരഞ്ഞ് ഇട്ട് അങ്ങനെ ഒരു മീൻ കൊടുത്തവന്. കണ്ടെണ്ണേ അവൻ വലുതാണെന്നും പറഞ്ഞ് എടുത്തു. പക്ഷേ കഴിക്കാൻ നേരം അവൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഇത് മൊത്തം മുള്ളാണ്. അവന് മുള്ളില്ലാത്ത അയല, അതുകൊണ്ടാണ് ഞാൻ അവന് വറക്കാനായിട്ട് വെച്ചത്. അപ്പോൾ ടൊമാറ്റോ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അതൊന്ന് വെന്ത് വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ അങ്ങിടും ഞാൻ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങെടുക്കും. അന്നേരം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സി യു.